നിങ്ങൾ താമസിക്കുന്ന ഒരു വീടിന് അധികമായ ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ സൂണറായിട്ട് നിങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടിന് ചിലപ്പം 600, 700, 800 ഇങ്ങനെ 1000 ലോൺ കാണുമായിരിക്കും. അത് 20-30 വർഷം കൊണ്ടേ അടച്ചു തീർക്കാൻ നോർമൽ രീതിയിൽ സാധിക്കുള്ളൂ. സൂണറായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ജോലി ചെയ്യണം, കൂടുതലായിട്ട് ഇൻകം സമ്പാദിക്കുന്നത് മെജോറിറ്റി പാർട്ട് നിങ്ങൾക്ക് ലോണിലേക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സൂണർ തന്നെ നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ സാധ്യതയുണ്ട്. എന്നാലും 10, 15, 20 വർഷത്തോളം എടുക്കും. ഈസിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ആ ലോൺ നോർമൽ രീതിയിൽ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്തെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി മാർക്കറ്റ് സൈക്കിൾസ് മനസ്സിലാക്കണം. നിങ്ങൾ ഉള്ള ലൊക്കാലിറ്റി അല്ല, വേറൊരു ലൊക്കാലിറ്റിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ലൊക്കേഷൻ തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു ഇക്വിറ്റി ബിൽഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ആ ബിൽഡ് ചെയ്യുന്ന ഇക്വിറ്റി നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഒരു സമയത്ത് 5 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ കിട്ടുന്ന ഇക്വിറ്റി, നിങ്ങൾ ഏൺ ചെയ്ത ഇക്വിറ്റി തിരിച്ച് നിങ്ങളെ ഹോം ലോൺ, നിങ്ങൾ സ്വന്തമായിട്ട് താമസിക്കുന്ന ഹോം ലോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു ലാഭം ഉണ്ടാവും. ലോൺ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റും. അല്ല, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഇക്വിറ്റി കൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെയും അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾക്ക് വെഞ്ചർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ മാർക്കറ്റ് സൈക്കിൾ മനസ്സിലാക്കി, ഓരോ ബൂം ലൊക്കേഷൻ മനസ്സിലാക്കി നിങ്ങൾ ഒരു സ്റ്റാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കളക്ട് ചെയ്താൽ ഒരു സമയത്ത് നിങ്ങൾക്ക് അടുത്ത ഒരു 10-15 വർഷത്തിനകം നിങ്ങൾ ഈ അക്യുമുലേറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ കൂടെ ലഭിച്ച ഇക്വിറ്റി വെച്ച് നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോം ലോൺ അടയ്ക്കാൻ ഡെറ്റ് ഫ്രീ ആയിട്ട് അടച്ചു തീർക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രൈമറി റെസിഡൻസ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ. നിങ്ങൾ ഇനിയും 1 മില്യൺ ലോണാണ് എടുത്തതെങ്കിൽ അത് അനുസരിച്ച് സമയമെടുക്കും. നിങ്ങളെ ലോൺ 500,000 ഉള്ളെങ്കിൽ അതനുസരിച്ച് സമയം കുറഞ്ഞിരിക്കും. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വാസ് ദ കോസ്റ്റ് ഓഫ് യുവർ ഇനീഷ്യൽ പർച്ചേസ് ഓഫ് യുവർ പ്രൈമറി റെസിഡൻസ്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ നോട്ട് ടു ഗോ ഫോർ എ പ്രോപ്പർട്ടി വിത്ത് വെരി ഹൈ ബഡ്ജറ്റ്, ബിക്കോസ് ലിറ്ററലി നിങ്ങൾ സ്റ്റക്കായി പോകും. ആദ്യത്തെ പ്രൈമറി റെസിഡൻസ് മേടിക്കുമ്പോൾ തന്നെ നിങ്ങളെ സർവീസബിലിറ്റിയും ബോറോയിങ് കപ്പാസിറ്റി ബ്ലോക്കായി കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ കൂടെ ലഭിക്കാവുന്ന ഇക്വിറ്റിൻ്റെ ബെനിഫിറ്റോ ഒന്നും കിട്ടാൻ സാധ്യത ഇല്ലാതെ വരും ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ അധികമായി ലോൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ ഒരു പ്രൈമറി റെസിഡൻസ് ഷുഡൻ ബി യുവർ ഡ്രീം ഹൗസ്. ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു നോർമൽ രീതിയിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലോൺ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലേറ്റർ ഇൻ ലൈഫ് നിങ്ങൾക്ക് ഒരു വലിയൊരു ഡ്രീം ഹോം, കോസ്റ്റ്ലി ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള, ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി മേടിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ മേടിക്കണം. അല്ലെങ്കിൽ ഉള്ള നോർമൽ നിങ്ങളെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി മേടിക്കണം. അപ്പം ഇത് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ. താങ്ക് യു.